വർഷം ഇന്ത്യയുടെ ആദ്യ T20 പരമ്പര നാട്ടിൽ ഇംഗ്ലണ്ടിനെതിരെയാണ്. ജനുവരി 22-നാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5 മത്സര T20 പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ 2 ദിവസങ്ങൾക്കുള്ളിൽ BCCI പ്രഖ്യാപിക്കും. അതിനിടെ ടീമിലെ 3 പ്രധാന പേസ് ബൗളർമാർക്ക് ഈ പരമ്പരയിൽ കളിക്കാനാവില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഓസ്ട്രേലിയൻ പരമ്പരയിലെ അവസാന ടെസ്റ്റിനിടെ പരിക്കേറ്റ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ഇതിലെ പ്രധാനി. ജോലിഭാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇംഗ്ലണ്ട് പരമ്പരയിൽ നിന്ന് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടെയാണ് അവസാന ടെസ്റ്റിൽ അദ്ദേഹത്തിന് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ഓസ്ട്രേലിയയിൽ ഇന്ത്യക്കായി 5 ടെസ്റ്റുകളിലും കളിച്ച മുഹമ്മദ് സിറാജും ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ കളിക്കില്ല. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ 150 ഓവറിന് മുകളിൽ ബൗൾ ചെയ്ത സിറാജിന് ജോലിഭാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇംഗ്ലണ്ട് പരമ്പരയിൽ നിന്ന് ഇന്ത്യ വിശ്രമം നൽകുമെന്നാണ് റിപ്പോർട്ട്. ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ പരിക്കേറ്റ വലങ്കയ്യൻ പേസർ ആകാശ് ദീപിനും ഇംഗ്ലണ്ട് പരമ്പര നഷ്ടമാകും. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇതുവരെ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചിട്ടില്ലെങ്കിലും ടെസ്റ്റിലെ മികച്ച പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഏകദിന T20 ടീമുകളിലേക്ക് വിളി വന്നേക്കുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. എന്നാൽ പരിക്കിനെ തുടർന്ന് കുറഞ്ഞത് 1 മാസമെങ്കിലും അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് പുറത്താണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പരിക്കിനെ തുടർന്ന് 2023-ലെ ഏകദിന ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ടില്ലാത്ത മുഹമ്മദ് ഷമി ഇംഗ്ലണ്ട് പരമ്പരയ്ക്കുള്ള ടീമിൽ ഇടം പിടിക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. 3 പ്രധാന പേസർമാർ ഇല്ലാത്ത സാഹചര്യത്തിൽ ഷമി മടങ്ങിയെത്തുന്നത് ഇന്ത്യക്ക് ആശ്വാസം സമ്മാനിക്കുന്ന കാര്യമാണ്. പരിക്ക് മാറി തിരിച്ചെത്തിയതിനു ശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ ബംഗാളിനായി മികച്ച പ്രകടനമാണ് ഷമി കാഴ്ചവെക്കുന്നത് എന്നതും ഇന്ത്യൻ ടീമിന് ആവേശം നൽകുന്നുണ്ട്. ഇന്ത്യൻ ടീമിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടോപ്പ് 6 ബാറ്റർമാരെ മുൻ ഇന്ത്യൻ ഓൾറൗണ്ടറും ടീമിന്റെ ബാറ്റിംഗ് പരിശീലകനുമായിരുന്ന സഞ്ജയ് ബംഗാർ തെരഞ്ഞെടുത്തിരുന്നു. വിശ്രമം അനുവദിച്ചതിനെ തുടർന്ന് യശസ്വി ജയ്സ്വാൾ അവസാന 2 T20 പരമ്പരകളിലും ഇന്ത്യക്കായി കളിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സഞ്ജയ് ബംഗാർ തെരഞ്ഞെടുത്ത ടോപ്പ് 6 താരങ്ങളിലും അദ്ദേഹമില്ല. പ്ലേയിങ് 11-ലെ ആദ്യ 6 ബാറ്റർമാരിൽ യശസ്വിയെ ഉൾപ്പെടുത്താൻ തയ്യാറാകാതിരുന്ന ബംഗാർ ടോപ്പ് ഓർഡറിലെ ബാക്കപ്പ് ബാറ്ററായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ നാട്ടിലായിരുന്നു ഇന്ത്യയുടെ അവസാന T20 പരമ്പര. അന്ന് പ്ലേയിങ് 11-ലെ ആദ്യ 4 സ്ഥാനങ്ങളിൽ കളിച്ച താരങ്ങളെ തന്നെയാണ് ഇംഗ്ലണ്ട് പരമ്പരയിലും ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലേക്ക് സഞ്ജയ് ബംഗാർ ചൂണ്ടിക്കാട്ടുന്നത്. ദീർഘകാല പദ്ധതികൾ കണക്കിലെടുക്കുമ്പോൾ രാഹുലിനെ മറികടന്ന് ഋഷഭ് പന്ത് 2ാം വിക്കറ്റ് കീപ്പറാകാൻ സാധ്യതയുണ്ടെന്നും സംസാരത്തിനിടെ സഞ്ജയ് ബംഗാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സഞ്ജു സാംസണ് ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം യശസ്വി ജയ്സ്വാളിനെ മുൻനിരയിൽ ഇന്ത്യക്ക് കളിപ്പിക്കാമെന്നും ഇങ്ങനെ വന്നാൽ ഇടൻ കൈമാരിൽ ഒരാളെ ഒഴിവാക്കി പന്തിനെ ഇന്ത്യക്ക് 5ാം നമ്പറിൽ കൊണ്ടുവരാമെന്നും ബംഗാർ അഭിപ്രായപ്പെട്ടിരുന്നു. ചരിത്രമുറങ്ങുന്ന കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് ആണ് ആദ്യ മത്സരത്തിന് വേദിയാകുന്നത്. ജനുവരി 25-ന് ചെന്നൈയിൽ 2ാം മത്സരം നടക്കും. 28-ന് രാജ്കോട്ടാണ് 3ാം T20ക്ക് വേദിയാവുക. ജനുവരി 31-ന് പൂനെ 4ാം T20ക്കും ഫെബ്രുവരി 2-ന് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം 5ാമത്തെയും അവസാനത്തെയും T20ക്കും ആതിഥേയത്വം വഹിക്കും. T20 പരമ്പരയ്ക്ക് ശേഷം 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ഇരു ടീമുകൾ തമ്മിൽ മത്സരിക്കും.